നമസ്കാരം. മഹാത്മാഗാന്ധിയെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ രാഷ്ട്രപിതാവാണ്. നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിത്രം എന്ന് പറയുന്നത് ഒരു ദിവ്യ പുരുഷൻ്റെ ചിത്രത്തിന് തുല്യമാണ്. അദ്ദേഹത്തെ നമ്മൾ ആദരവോടെയാണ് കാണുന്നത്. എന്നാൽ അദ്ദേഹം നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതുകൊണ്ടാണ്, അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിച്ചതുകൊണ്ടാണ്, കഠിനമായിട്ട് പരിശ്രമിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പദവിയിൽ ഇരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പലതും അറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ജീവിതത്തെക്കുറിച്ച് അത്ര വലിയ അറിവൊന്നും ഇല്ല. അദ്ദേഹം ഒരു പ്രകൃതി ജീവന ഉപാസകനായിരുന്നു എന്നൊക്കെ നമ്മൾ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രം നിഷ്കർഷിക്കുന്ന ചില അളവുകൾ എടുത്തു വെച്ച് നമ്മൾ മഹാത്മാഗാന്ധിയുടെ ആരോഗ്യത്തെ വിലയിരുത്തിയാൽ അദ്ദേഹം 78 വയസ്സിൽ നഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിക്കുന്ന സമയത്ത് പോലും അത്യധികം ആരോഗ്യവാനായിരുന്നത് ഒരു ഞെട്ടിക്കുന്ന സത്യമായിട്ട് അല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. കാരണം മഹാത്മാഗാന്ധിയുടെ രക്തസമ്മർദ്ദം അവിശ്വസനീയമായ തരത്തിൽ കൂടുതലായിരുന്നു. അദ്ദേഹത്തിൻ്റെ BP റീഡിങ് മിക്കപ്പോഴും 110, 180 മുതൽ 110, 220 വരെ ആയിരുന്നു എന്നാണ് ICMRൻ്റെ തന്നെ റെക്കോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്യധികം അപകടകരമായ ഹൈപ്പർ ടെൻഷൻ ആയിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം, ആ സമയത്ത് രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകളൊന്നും ഇന്നത്തേതുപോലെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. അതിലൊക്കെ ഉപരി മഹാത്മാഗാന്ധി മെഡിസിനുകൾ കഴിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നില്ല. രക്തസമ്മർദ്ദമെന്നല്ല, എന്ത് രോഗം വന്നാലും ശരി അത് ശരീരം സ്വാഭാവികമായിട്ട് പരിഹരിക്കും എന്ന് വിശ്വസിച്ചിരുന്ന, അതനുസരിച്ച് തൻ്റെ ഡയറ്റുകളും മറ്റും മാറ്റി പരീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. അപ്പോൾ അദ്ദേഹം രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിച്ചിട്ടേയില്ല എന്നുള്ളത് അടിവരയിട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പച്ചയായ സത്യമാണ്. ഇന്നത്തെ കാലത്താണ് മഹാത്മാഗാന്ധി ജീവിക്കുന്നതെങ്കിൽ ഡോക്ടർമാർ അദ്ദേഹത്തെ മരുന്ന് കഴിക്കാൻ എത്രമാത്രം നിർബന്ധിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ മരുന്ന് കഴിച്ചില്ലെങ്കിൽ, BP ഇത്ര കൂടി നിൽക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് വരാം, നിങ്ങളുടെ ശരീരം തളർന്നു പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാം എന്നാണ് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത്, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയുകയാണ്. ഇത് ഞാൻ പറയുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങൾ BPയുടെ മരുന്ന് കഴിക്കാതിരിക്കാനോ അല്ലെങ്കിൽ മരുന്നുകൾ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനോ ഒന്നുമല്ല. ഞാൻ മഹാത്മാഗാന്ധിയുടെ ആരോഗ്യ ജീവിതത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുകയാണ്, നിങ്ങളുടെ അറിവിന് വേണ്ടി. നമ്മൾ ഇന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് പത്രമാധ്യമങ്ങൾ വഴിയാണ്, വിദഗ്ധർ പറയുന്നത് കേട്ടാണ്. അപ്പോൾ ഈ വിദഗ്ധർ നമുക്ക് നൽകുന്ന അറിവ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് യഥാർത്ഥ ജീവിതത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളുടെ ജീവിതം എടുത്തു വെച്ച് നോക്കിയാണ്. അപ്പോൾ മഹാത്മാഗാന്ധിക്ക് അത്യധികം ഉയർന്ന BP ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരികയോ അദ്ദേഹത്തിന് സ്ട്രോക്ക് വരികയോ ചെയ്തിരുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ചില ആൾക്കാർക്ക് അങ്ങനെ BP കൂടി നിന്നാലും കുഴപ്പമൊന്നുമില്ല, ചില ആൾക്കാർക്ക് മാത്രമാണ് കുഴപ്പം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ സ്ട്രോക്ക് വരും, രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും എന്നത് ശാസ്ത്രീയമായിട്ട് എവിടെയെങ്കിലും തെളിയിച്ച ഒരു സത്യമല്ല. അതൊരു ഊഹം മാത്രമാണ്. ഇപ്പോഴും ഹാർട്ട് അറ്റാക്ക് ശരിക്കും എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു നിർവചനമോ അല്ലെങ്കിൽ ഒരു മറുപടിയോ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പക്കലോ ഏതെങ്കിലും വൈദ്യശാസ്ത്രത്തിൻ്റെ പക്കലോ ഇല്ല. അങ്ങനെ അവർക്കത് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ, ഇന്ന കാരണം കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്ന് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയാഘാതങ്ങൾ മൊത്തം നിസ്സാരമായിട്ട് തടയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത്. പക്ഷേ അവർ തീർച്ചയായിട്ടും പറയും, നിങ്ങളുടെ BP കൂടി നിന്ന് കഴിഞ്ഞാൽ, നിങ്ങളുടെ രക്തസമ്മർദ്ദം ഇത്ര അളവിലും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന്. എന്നാൽ നമ്മൾ മഹാത്മാഗാന്ധിയുടെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം മിക്ക സമയത്തും ഈ പറഞ്ഞതുപോലെ 110, 180 മുകളിലായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരുന്നത്? ഡോക്ടർമാർ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം കൂടെ മോണിറ്റർ ചെയ്യുമായിരുന്നുവെന്നും, എന്നാൽ അദ്ദേഹത്തിൻ്റെ BP ഇത്രയ്ക്ക് കൂടി നിന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഹാർട്ട് റേറ്റിന് യാതൊരു വിധമായിട്ടുള്ള കുഴപ്പവും ഇല്ലായിരുന്നു എന്നുമാണ് അവരുടെ റെക്കോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്. അതിലൊക്കെ ഉപരി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം മഹാത്മാഗാന്ധിയുടെ ഷുഗർ ലെവലാണ്.
നമുക്കറിയാം, ഒരു ആരോഗ്യവാനായ വ്യക്തിയുടെ സാധാരണ മട്ടിലുള്ള ഷുഗർ ലെവൽ എന്ന് പറയുന്നത് 100 മുതൽ 120, 100 മുതൽ 140 വരെയൊക്കെ ആയിരിക്കണം. എന്നാൽ ഗാന്ധിജിയുടേത് 40 മുതൽ 80 വരെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ട ഷുഗർ ലെവൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഈ മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാജ്യമൊട്ടുക്കും സഞ്ചരിച്ച് രാജ്യമൊട്ടുക്കും ജനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി നിരന്തരം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുണ്ടാകുന്ന രോഗാവസ്ഥകളെ മറികടന്നിരുന്നത് എപ്പോഴും സ്വാഭാവികമായ വഴിയിലൂടെയാണ്. അദ്ദേഹം ഒരു ശുദ്ധ വെജിറ്റേറിയൻ ആയിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം പാലുൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ആദ്യമൊക്കെ അദ്ദേഹം പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അത് നല്ലതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി, മനുഷ്യന് സ്വന്തം അമ്മയുടെ പാലിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം മൃഗങ്ങളുടെ പാൽ അവൻ കുടിക്കേണ്ട കാര്യമില്ല. അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ടാകും, അത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊക്കെ പരക്കെ ഒരു വിശ്വാസമുണ്ടെങ്കിലും മഹാത്മാഗാന്ധി അതിനെതിരായിരുന്നു. ഒരു പശുവിൻ്റെ പാൽ അതിൻ്റെ കുട്ടിക്ക് അവകാശപ്പെട്ടതാണെന്നും അല്ലെങ്കിൽ ഒരു എരുമയുടെ പാൽ അതിൻ്റെ കുട്ടിക്ക് അവകാശപ്പെട്ടതാണെന്നുമാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു. തന്നെയുമല്ല, അദ്ദേഹം അന്ന് പാൽ ഉപയോഗിക്കാതിരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ പോലെ ഹൈബ്രിഡ് ഇനം പശുക്കളോ ഇപ്പോഴത്തേതുപോലെയുള്ള കാലിത്തീറ്റ തിന്നുന്ന പശുക്കളോ ഒന്നും ആയിരുന്നില്ല. അഴിച്ചുവിട്ട് മേയ്ക്കുന്ന പശുക്കളായിരുന്നു. അവയ്ക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. നാടൻ പശുക്കളായിരുന്നു. നല്ല പാലായിരുന്നു അന്ന് കിട്ടിയിരുന്നത്. ആ പാല് പോലും വേണ്ട എന്ന് വെച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ വ്യക്തിയായിട്ടുള്ള മഹാത്മാഗാന്ധി അദ്ദേഹത്തിന് വന്നിരുന്ന ഓരോരോ അസുഖങ്ങളും മറികടക്കാൻ വേണ്ടി എപ്പോഴും ചെയ്തിരുന്നത് ചില ഡയറ്ററി ചേഞ്ചസ് ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ രോഗം വരുമ്പോൾ അദ്ദേഹം ശരീരത്തിന് അത് വേഗം തന്നെ പരിഹരിക്കാനായിട്ട് തൻ്റെ ഡയറ്റിൽ മാറ്റം വരുത്തും. അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ കൂടുതലും കഴിച്ചിരുന്നത് പഴങ്ങളും അതുപോലെ തന്നെ നട്ട്സും മറ്റുമൊക്കെയാണ്. നമ്മുടെ പ്രകൃതി ജീവനക്കാർ പറയുന്നത് പോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം, ആസിറ്റീസ് പരമാവധി കഴിക്കാൻ ആ സമയത്തൊക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം മറ്റ് സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള തരത്തിലുള്ള ഭക്ഷണം നല്ലപോലെ കഴിക്കുന്ന ആളായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഭക്ഷണം നന്നായിട്ട് ആസ്വദിക്കുന്ന ആളും ഒരു ഭക്ഷണപ്രിയനുമൊക്കെ ആയിരുന്നെങ്കിലും കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു കൊതിക്ക് വേണ്ടിയോ നമ്മുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയോ അല്ല ഭക്ഷണം കഴിക്കേണ്ടത്, മറിച്ച് നമ്മുടെ സർവൈവലിന് വേണ്ടി മാത്രമായിരിക്കണം. നമുക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാവൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മരുന്നുകളെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ മരുന്നുകൾ കഴിച്ച് ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ശ്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അടിമകളായിട്ട് മാറും. പിന്നെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ്. ശരീരം നമുക്ക് വേണ്ടിയല്ല, ശരീരത്തിന് വേണ്ടിയാകും പിന്നെ നമ്മൾ ജീവിക്കുന്നത്. നമ്മളെപ്പോഴും ശരീരത്തിൻ്റെ ഉടമകളായിരിക്കും, ശരീരം നമ്മുടെ അടിമയായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മരുന്ന് കഴിച്ച് ശരീരത്തെ പരിപാലിക്കുന്ന വ്യക്തി അയാളുടെ ശരീരത്തിൻ്റെ അടിമയായിട്ട് മാറും എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് 100% പച്ചയായ പരമാർത്ഥമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇന്ന് പല ആൾക്കാരും ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ സമയങ്ങളിൽ മരുന്ന് സേവിക്കുന്നത്. ഒരു നേരം മരുന്ന് കഴിക്കാതിരുന്നാൽ അവരുടെ ശരീരത്തിന് പ്രശ്നമുണ്ടാകും എന്ന് ഭയന്ന് അവർ മരുന്ന് കഴിക്കുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് സിനിമകളെയും സീരിയലുകളെയും ഒക്കെ മരുന്ന് മാഫിയകൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ മരുന്ന് സേവ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന് വരുന്ന രോഗാവസ്ഥയെ മൊത്തത്തിൽ എപ്പോഴും മറികടന്നിരുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഡയറ്റിൽ ചേഞ്ച് വരുത്തിയും ഉപവസിച്ചും ഒക്കെയായിരുന്നു. ഉപവാസം വളരെ നല്ലൊരു ചികിത്സയാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഉപവാസമൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടാണ്, വിവരമില്ലാത്ത ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്, ഉപവസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഉപവസിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ ശുചീകരണം നടക്കുകയാണെന്നുള്ളത് എത്ര പേർക്കറിയാം? നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമ്മൾ ആഹാരം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഈ ദഹിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു കർമ്മം മാത്രം ചെയ്യാനേ സമയം കിട്ടുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഉപവസിക്കുന്ന സമയത്ത് ശരീരത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടും. അതായത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിനുകളെ ശരീരം നീക്കം ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്രമം കിട്ടും. നമ്മുടെ മനസ്സ് ശാന്തമാകും. മനസ്സിലെ അശുദ്ധ ചിന്തകൾ, ടെൻഷൻ ഒക്കെ പുറത്തു പോകും. കാരണം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം മനസ്സിനെയും ബാധിക്കും. മനസ്സിനും ശരീരത്തിനും ഒരേപോലെ നന്മയും കുളിർമയും അതുപോലെ തന്നെ ശുചീകരണവും കിട്ടും. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു സമ്പൂർണ്ണ ചികിത്സാ രീതിയാണ് ഉപവാസം എന്ന് പറയുന്നത്. അതിലൊക്കെ ഉപരി നമുക്കറിയാം, ഓട്ടോഫാജി എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത് ഏതാണ്ട് 6-7 കൊല്ലം മുമ്പാണ്. അദ്ദേഹം പറഞ്ഞത് ഉപവാസം എന്ന് പറയുന്നത് ക്യാൻസറിനെ വരെ മറികടക്കാനുള്ള ഒരു മെത്തേഡായിട്ടാണ്. അതായത് ഒരു വ്യക്തി തുടർച്ചയായിട്ട് ഉപവസിക്കുന്ന സമയത്ത്
അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വേണ്ടത്ര പോഷണം ആഹാരത്തിലൂടെ കിട്ടാതെ വരുമ്പോൾ അയാളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വേണ്ടാത്ത സാധനങ്ങളെ ഊർജ്ജമായിട്ട് പരിവർത്തനം ചെയ്യുമെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു ക്യാൻസറുള്ള വ്യക്തി ഉപവസിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങൾ ശരീരത്തിന് വേണ്ടാത്തതാണ്. അപ്പോൾ എന്തൊക്കെയാണോ ശരീരത്തിൽ വേണ്ടാത്തതായിട്ടുള്ളത് അതിനെല്ലാം തന്നെ ശരീരം അവിടെ നിന്നും വലിച്ചെടുത്ത് ഊർജ്ജമാക്കി മാറ്റും. അങ്ങനെ ഊർജ്ജമാക്കി മാറ്റുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഉള്ള അനാവശ്യ വസ്തുക്കൾ മൊത്തം, എന്തൊക്കെ അയാളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ ആ അനാവശ്യ വസ്തുക്കൾ മൊത്തം തന്നെ ശരീരം ഊർജ്ജമാക്കി മാറ്റി ആ വിഷാംശത്തെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും നീക്കം ചെയ്യും. അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ അയാൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആജീവനാന്തം ഉപവസിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ഇടയ്ക്കിടെയുള്ള ഉപവാസം. ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ മതങ്ങളിലും ഉപവാസം ഏർപ്പാടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഹിന്ദു മതത്തിലായാലും ശരി, ക്രിസ്ത്യൻ മതത്തിലായാലും ഇസ്ലാം മതത്തിലും എല്ലാം തന്നെ ഉപവാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉപവാസം എന്ന് പറയുന്നത് നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴിയല്ല, മറിച്ച് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു വഴിയാണെന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി ഉപവാസത്തിൻ്റെ ഗുണങ്ങൾ തിരിച്ചറിയണം. മഹാത്മാഗാന്ധി ഉപവാസം വളരെയധികമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഹൈ BP-യിൽ ജീവിച്ചിട്ടും മഹാത്മാഗാന്ധിക്ക് സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ ഹാർട്ട് അറ്റാക്കിനെ ഹൈ BP-യുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നത് വെറും ഒരു അഭ്യൂഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ശരിക്കും ഹാർട്ട് അറ്റാക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് മോഡേൺ മെഡിക്കൽ സയൻസിന് അറിഞ്ഞുകൂടാ. സ്ട്രോക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ എന്നതാണ് സത്യം. എങ്കിലും അവരെന്തെങ്കിലുമൊക്കെ തിയറി ഉണ്ടാക്കി ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ, അതായത് മഹാത്മാഗാന്ധിയുടെ ആരോഗ്യകാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും മരുന്നുകളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യക്കുറവും എല്ലാം നോക്കുമ്പോൾ, അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന ആരോഗ്യ ജീവിത രീതിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെ നമുക്ക് സംശയത്തോടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കൂ. നാഥുറാം ഗോഡ്സെ ഒരു തീവ്ര ഹിന്ദുത്വവാദിയായിരുന്നെന്നും അതുകൊണ്ടാണ് അദ്ദേഹം ഗാന്ധിയെ കൊലപ്പെടുത്തിയെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ശരിക്കും ഗാന്ധിജി ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഹിന്ദുവായിരുന്നു. അദ്ദേഹം വളരെ വലിയ ഒരു രാമഭക്തനായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരിക്കലും അയോധ്യയിലെ രാമൻ്റെ ഭക്തനായിരുന്നില്ല. അദ്ദേഹം രാം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എല്ലാവരുടെയും സൃഷ്ടാവും എല്ലാവരുടെയും പരിപാലകനുമായ ദൈവത്തെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. റാം എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് സർവേശ്വരനെയാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ദൈവം എന്ന് വിളിക്കുന്ന സകല മനുഷ്യരുടെയും സകല ജീവജാലങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമായിട്ടുള്ള ദൈവത്തെ തന്നെയാണ്. അപ്പോൾ മതപരമായ ഒരു കാരണം കൊണ്ട് ഒരിക്കലും നാഥുറാം ഗോഡ്സെയ്ക്ക് മഹാത്മാഗാന്ധിയെ കൊല്ലേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യത്തിലുള്ള നിലപാട് എടുത്തു വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ പോയിട്ട് ഒരു പുതിയ സർക്കാർ വന്നെങ്കിലും നമുക്കറിയാം ഇവിടെ നിലനിന്നിരുന്നത് ബ്രിട്ടീഷുകാരുടെ അവരുണ്ടാക്കി വെച്ച നിയമങ്ങൾ തന്നെയായിരുന്നു. നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന നമ്മുടെ രാജ്യത്ത് വളരെ വലിയ ഒരു മാർക്കറ്റായിട്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ വിദേശ മരുന്ന് മാഫിയകൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിനെ സ്വാധീനിച്ച് അവരുടെ ഉത്പന്നങ്ങൾ, അവരുടെ ബിസിനസ് ഇവിടെ വളർത്താൻ സാധിക്കും. അതിനുവേണ്ട സകല നീക്കങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലവർ വിജയിക്കുകയും നമ്മളിപ്പോൾ അവരുടെ വിജയം കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. നമ്മളെല്ലാവരും അവരുടെ വിജയത്തിൻ്റെ ഇരകളുമാണ്. എന്നാൽ മഹാത്മാഗാന്ധി ജീവനോടെ ഇരുന്നിരുന്നെങ്കിൽ, അതായത് നമ്മുടെ രാജ്യത്ത് ഒന്നാമത്തെ സർക്കാർ വന്ന സമയത്ത് രാഷ്ട്രപിതാവായിട്ട് മഹാത്മാഗാന്ധി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സർക്കാർ എടുക്കുന്ന എല്ലാ നിലപാടുകളിലും ഗാന്ധിജിയുടെ അഭിപ്രായവും ദർശനവും കാഴ്ചപ്പാടും സ്വാധീനം ചെലുത്തുമായിരുന്നു. അത് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുമായിരുന്നത് ആരോഗ്യകാര്യങ്ങളിൽ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു മരുന്ന് തീറ്റക്കാരുടെ ലോകമായിട്ട് നമ്മുടെ രാജ്യം മാറുമായിരുന്നില്ല. വളരെ വ്യക്തമായ ആരോഗ്യത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ഒരു ജനതയായിട്ട് നമ്മൾ മാറുമായിരുന്നു. എന്നാൽ നമ്മളെങ്ങനെ മാറരുത് എന്ന് ആരായിരിക്കണം ആഗ്രഹിച്ചത്? തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യനയം മറ്റൊന്നാകുമായിരുന്നു. അങ്ങനെ അതായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം വെച്ച് കോടിക്കണക്കിന് പണമുണ്ടാക്കുന്ന മരുന്ന് മാഫിയകൾക്ക് വളരെ വലിയ നഷ്ടമായിട്ട് അത് മാറുമായിരുന്നു, നമുക്കത് ലാഭമായിട്ട് മാറുമായിരുന്നു. അപ്പോൾ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നാൽ അത് തങ്ങൾക്ക് പ്രശ്നമായിട്ട് മാറും എന്ന് നമ്മുടെ രാജ്യത്തെ ആരോഗ്യ മാർക്കറ്റിൽ കണ്ടുവച്ചിരുന്ന വിദേശ മാഫിയകൾക്ക് അറിയാമായിരുന്നു എന്നത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഇല്ലാതാകേണ്ടത് അവരുടെ കൂടെ ആവശ്യമായിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമായിട്ട് കണ്ട് നമുക്ക് അതൊരു മതപരമായ കാര്യമായിട്ട് കണ്ട് തള്ളിക്കളയാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള ചില തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ന്യായമായിട്ടും ചിന്തിക്കാവുന്ന അല്ലെങ്കിൽ അനുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്ത് തന്നെയാലും ശരി,
മഹാത്മാഗാന്ധിജിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും വളരെയധികം പ്രചോദനം നൽകുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യത്തിലുള്ള നിലപാടുകളും നമ്മൾ പിന്തുടരാൻ ശ്രമിക്കേണ്ടതാണ്. അദ്ദേഹം ശരീരത്തിൻ്റെ സ്വയം പ്രതിരോധത്തിലും അതുപോലെ തന്നെ ശരീരത്തിന് സ്വയം ചികിത്സിക്കാനുള്ള കഴിവിലും വിശ്വസിച്ചിരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ ഒഴികെ ഒരിക്കലും അദ്ദേഹം ഒരു ചികിത്സയ്ക്കും പോയിട്ടില്ല. വളരെ റെയറായിട്ട് അടിയന്തര ഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായിരുന്നതുകൊണ്ട് ഒപ്പമുള്ള ആൾക്കാരുടെയും മറ്റും നിർബന്ധം മൂലം അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വിധേയപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് 110, 220 BP ലെവൽ ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി 78ാമത്തെ വയസ്സിൽ മരിക്കുന്ന സമയത്ത് പോലും പൂർണ്ണ ആരോഗ്യവാനായിരുന്നു എന്നതാണ്. നാഥുറാം ഗോഡ്സെ അദ്ദേഹത്തെ ആ സമയത്ത് കൊലപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം 100, 105, ചിലപ്പോൾ 120 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയുമായിരുന്നു. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാം. അദ്ദേഹം ഒരു വെജിറ്റേറിയനായിരുന്നു. മത്സ്യമാംസാദികൾ കഴിച്ചിരുന്നില്ല. വിദേശ മദ്യമോ നാടൻ മദ്യമോ കുടിച്ചിരുന്നില്ല. പാലുത്പന്നങ്ങളും അദ്ദേഹം കഴിച്ചിരുന്നില്ല. അദ്ദേഹം സ്ഥിരമായിട്ട് വ്യായാമം ചെയ്തിരുന്നു. അദ്ദേഹം അനാവശ്യമായിട്ട് മരുന്ന് കഴിച്ചിരുന്നില്ല. അനാവശ്യമായിട്ടെന്നല്ല, അദ്ദേഹം മരുന്നേ കഴിച്ചിരുന്നില്ല. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ശരീരത്തിൻ്റെ അടിമയാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നാൽ നല്ലതാണ്. താങ്ക് യു.